വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിക്ടോറിയൻ പോയട്രിയുടെ അടുത്ത ഭാഗമാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും? മേജർ പോയറ്റ്സ്, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ വർക്ക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 19th സെഞ്ച്വറി എലമെന്റ്സ് നമുക്ക് എങ്ങനെ 19th സെഞ്ച്വറിയെ നമുക്ക് പോയറ്റ്സിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, എങ്ങനെ ഇവരെ ഓർത്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോപ്പിക്. പോയട്രി. എന്താണ് പോയട്രിയിൽ സംഭവിച്ചത് 19th സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡിൽ? എ ഷിഫ്റ്റ് ടുവേർഡ്സ് പേഴ്സണൽ ഇമോഷൻസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻസ് ഒക്കെയാണ് എപ്പോൾ സംഭവിച്ചത്? 19th സെഞ്ച്വറിയിൽ സംഭവിച്ചത്. നമുക്ക് ടെനിസന്റെ വർക്കുകളായിക്കൊള്ളട്ടെ, പ്രീ റാഫലേറ്റ് പോയറ്റ്സിന്റെ വർക്കുകളായിക്കോട്ടെ. ആരൊക്കെയാണ് പ്രീ റാഫലേറ്റ് പോയറ്റ്സ്? എന്താണ് പ്രീ റാഫലേറ്റ് പോയറ്റ്സ്? പ്രീ റാഫലേറ്റ് പോയറ്റ്സ് അല്ലെങ്കിൽ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ്, പ്രീ റാഫലേറ്റ് മൂവ്മെന്റ് എന്നുള്ളത് ഒരു ലിറ്റററി ആർട്ടിസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു. അവിടെ എന്തായിരുന്നു? റഫേലിന് മുമ്പുള്ള അല്ലെങ്കിൽ റഫേലിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് റിച്ച് കളേഴ്സ്, ഡീറ്റെയിൽ വർക്കുകൾ, ആർട്ട് വർക്കുകളിൽ ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശവുമായിട്ട് രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്ത്? പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ്. അവരുടെ ഐഡിയൽസ് ആണ് പ്രീ റാഫലേറ്റ് പോയട്രി, പ്രീ റാഫലേറ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ പ്രീ റാഫലേറ്റ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് സ്ഥാപിച്ചത്? ആരൊക്കെയാണ്? വില്യം ഹോൾമാൻ ഹണ്ട്, ജോൺ എവററ്റ് മില്ലിയസ്, DG റോസറ്റി, വില്യം മൈക്കൽ റോസറ്റി. DG റോസറ്റി, ഡാൻഡി ഗബ്രിയൽ റോസറ്റി ഒക്കെ ഉൾപ്പെടുന്ന വില്യം ഹോൾമാൻ ഹണ്ട്, ജോൺ എവററ്റ്, വില്യം മൈക്കൽ റോസറ്റി എന്നിവരൊക്കെയാണ് എന്ത് സ്ഥാപിക്കുന്നത്? പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് സ്ഥാപിക്കുന്നത്. നെറ്റില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ 1, 2, 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തിലെങ്കിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പ്രീ റാഫലേറ്റ് പോയട്രിയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. അപ്പോൾ പ്രീ റാഫലേറ്റ് പോയട്രി ആൻഡ് പേഴ്സണൽ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള പോയട്രി ഒക്കെ കടന്നു വന്ന കാലഘട്ടം ഏത് കാലഘട്ടമാണ്? 19th സെഞ്ച്വറി ടൈം പീരീഡിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ദ യൂസ് ഓഫ് സിംബലിസം ആൻഡ് മീറ്റർ. സിംബലിസത്തിന്റെയും മീറ്ററിന്റെയും യൂസേജ് 19th സെഞ്ച്വറിയിൽ മാറി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് പോലെയുള്ള പോയറ്റിലൊക്കെ സിംബലിസം വളരെ പ്രൊമിനന്റ് ആയിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. എന്താണ് മൈ ലാസ്റ്റ് ഡച്ചസിലെ പോർട്രേറ്റ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡച്ചസ്? In the poem Last Duchess, Robert Browning uses the portrait as a symbol of his authority. മൈ ലാസ്റ്റ് ഡച്ചസിൽ അദ്ദേഹം ആ ക്യാരക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡച്ചസ്, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വൈഫ്, അങ്ങേർക്ക് അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന കൺട്രോള്, അവരുടെ ഇൻഡിവിജ്വൽ ആസ്പിറേഷൻസിനെ, എക്സ്പ്രഷൻസിനെ ഓവർത്രോ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഒബ്ജക്റ്റ് ആയി അവരെ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതിനെ ഒരു പോർട്രേറ്റ് പ്രസന്റ് ചെയ്തുകൊണ്ട്, ആ പോർട്രേറ്റിനെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് റോബർട്ട് ബ്രൗണിങ് മൈ ലാസ്റ്റ് ഡച്ചസിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അയാംബിക് പെന്റാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നറേറ്ററിന്റെ ഡ്രാമാറ്റിക് മൊണലോഗിലൂടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസിനെ എൻജാംമെന്റിലൂടെ ലൈൻസിനിടയിലൂടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസിന്റെ ഫ്ലക്ച്വേഷൻസിനെ വരച്ച് കാണിക്കുന്ന ബ്രില്യന്റ് സ്ട്രക്ചറലിസ്റ്റ് അല്ലെങ്കിൽ സിംബലിസം ആൻഡ് ടെക്നോളജിക്കൽ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് റോബർട്ട് ബ്രൗണിങ്ങും എലിസബത്ത് ബാരൻ ബ്രൗണിങ്ങും ഒക്കെ എന്ത് നടത്തിയിട്ടുണ്ട്? 19th സെഞ്ച്വറി ലിറ്ററേച്ചറിൽ ലിറ്റററി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ സിംബലിസം ആൻഡ് മീറ്റർ ഇസ് എൻ എലമെന്റ് ഓഫ് 19th സെഞ്ച്വറി, ഇറ്റ്സ് യൂസേജ്. ആൻഡ് എസ്തെറ്റിസിസം ആൻഡ് ഡെക്കേഡൻസ്. 19th സെഞ്ച്വറി ലിറ്ററേച്ചറിന്റെ അവസാനത്തേക്ക്, ലേറ്റ് 19th സെഞ്ച്വറി, ലേറ്റ് വിക്ടോറിയൻ എറയിൽ വന്ന മേജർ ലിറ്റററി പേഴ്സണൽസ് പീപ്പിൾ അല്ലെങ്കിൽ ലിറ്റററി പേഴ്സണൽസിൽ ഒരാളാണ് ആര്? ഓസ്കാർ വൈൽഡ്. ഓസ്കാർ വൈൽഡിന്റെ വർക്കുകൾ വാസ് completely satirical about the customs and norms of Victorian sensibility. വിക്ടോറിയൻ കാലഘട്ടത്തിലെ അവരുടെ സാമൂഹിക അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എലഗൻസ് ആൻഡ് ക്ലാസ് എല്ലാത്തിനെയും
ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഓസ്കാർ വൈൽഡ്. ഡ്രസ്സിംഗ് കസ്റ്റംസ് ആയിക്കൊള്ളട്ടെ, സൊസൈറ്റിയൽ കസ്റ്റംസ് ആയിക്കൊള്ളട്ടെ, ഫാമിലിയൽ കസ്റ്റംസ് ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നാണ്. നമുക്കറിയാം വിക്ടോറിയൻ പീരീഡിന്റെ തുടക്ക കാലഘട്ടത്തിൽ എന്താണ് സോഷ്യൽ വാല്യൂ ഉള്ള മോറൽ വാല്യൂസ് എന്താണ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകളായിരിക്കണം ലിറ്ററേച്ചർ എന്നുള്ള കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഒരിക്കലും മോറൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റംസിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ലാതെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ബ്യൂട്ടി നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് എന്താണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന ഐഡിയ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് വന്ന പോയറ്റ് അല്ലെങ്കിൽ ഓത്തർ ആയിരുന്നു, പ്ലെയറൈറ്റ് ആയിരുന്നു ഓസ്കാർ വൈൽഡ്. ഓസ്കാർ വൈൽഡിന്റെ ലൈഫ് തന്നെ വാസ് ക്വസ്റ്റ്യനിങ് ദ കസ്റ്റമറി സിസ്റ്റംസ് ഓഫ് ദ ടൈം പീരീഡ്. അങ്ങനെയാണ് ലേറ്റ് വിക്ടോറിയൻ പീരീഡിൽ എയ്സ്തെറ്റിസിസവും ഡെക്കേഡൻസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ മേജർ ലിറ്റററി ഐക്കൺസ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഓഫ് വാട്ട് 19th സെഞ്ചുറി ലിറ്ററേച്ചർ അല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡ്. വിക്ടോറിയൻ പീരീഡിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? ചാൾസ് ഡിക്കൻസ്. 1812 മുതൽ 1870 വരെ ജീവിച്ചിരുന്ന ചാൾസ് ഡിക്കൻസ്. ഹിസ് characters, his works were the correct reflection of what byproduct of or what representation of Victorian time period in its essence. എന്താണ് ചാൾസ് ഡിക്കൻസ്? he was known for his vivid characters and depiction of the Victorian society. വിക്ടോറിയൻ സൊസൈറ്റിയെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആര്? ചാൾസ് ഡിക്കൻസ്. നമുക്കറിയാം ചാൾസ് ഡിക്കൻസിന്റെ വർക്ക്സ് ആയിട്ടുള്ള പിക്വിക് പേപ്പേഴ്സ്, ടു സിറ്റീസ്, ഒലിവർ ട്വിസ്റ്റ്, ഇവയെല്ലാം എന്താണ് വിക്ടോറിയൻ ടൈം പീരീഡിനെ ചൂണ്ടിക്കാണിക്കുന്ന എലമെന്റ്സ് നിറഞ്ഞതാണ്. ലെറ്റ്സ് ടേക്ക് ഒലിവർ ട്വിസ്റ്റ്. What is the elements of what is the character, who are the characters of Oliver Twist? Let's get into the main character, Oliver Twist itself. Oliver Twist ഈ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒലിവർ ട്വിസ്റ്റിന്റെ ലൈഫിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക്, ലൈഫ് സ്റ്റൈൽ, ഇവയെല്ലാം എന്തിനെ കാണിക്കുന്നു? വിക്ടോറിയൻ പീരീഡിനെ കാണിക്കുന്നു. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആയിക്കോട്ടെ, ക്രിസ്മസ് കാരൽ ആയിക്കോട്ടെ, ഇവയെല്ലാം എന്താണ് വെരി വെൽ സ്ട്രക്ചേർഡ് ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ദേ റെപ്രസെന്റ് ദ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഓർ വാട്ട് ദ ഡിലെമാസ് ഓഫ് ദ ടൈം പീരീഡ് ഓഫ് 19th സെഞ്ചുറി ഓർ ദ വിക്ടോറിയൻ പീരിയഡ്. ജോർജ് എലിയറ്റ് ആരാണ്? മേരി ആൻ ഇവാൻസ് എന്ന് പറയുന്ന ജോർജ് എലിയറ്റ് വാസ് പയനിയർ ഓഫ് സൈക്കോളജിക്കൽ നോവൽ. എന്താണ് ഡീപ്പ് ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ ഉള്ള എന്താണ് നമുക്ക് മിഡിൽ മാർച്ച്, സിലാസ് മാർണർ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദീസ് ആർ വർക്ക്സ് ബൈ George Eliot, who is Mary Ann Evans, who was born in 1819 and died in 1818, was also a important literary icon and personality. Now, Thomas Hardyയുടെ ടെസ്റ്റ് ഓഫ് ദി അബർവിൽസ്, ജൂഡ് ദി ഒബ്സ്ക്യൂർ എന്നിവയെല്ലാം എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു? ഫെയ്റ്റ്, ലവ്, സോഷ്യൽ കൺസ്ട്രെയിൻസ്, ഇവയെല്ലാം എന്താണ് വിക്ടോറിയൻ ടൈം പീരീഡിന്റെ എന്താണ് ഡയലോഗില്, ഡൈക്കോട്ടമിയിൽ നിലനിന്നിരുന്ന തീംസ് ആണ്. ഫെയ്റ്റ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസ്. നമ്മൾ പറയാം എന്താണ് വിക്ടോറിയൻ പീരീഡിൽ ഉണ്ടായിരുന്ന മൊറാൽസ്, സോഷ്യൽ കൺസ്ട്രെയിൻസ്. ഫെയ്റ്റ്, ദ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ വാട്ട് ഫെയ്ത്ത് ആൻഡ് സയൻസ്, ആൻഡ് ലവ്, അബൌട്ട് ഇൻഡിവിജ്വലിസം ആൻഡ് ഡേ ടു ഡേ ലൈഫ്. ഇവ എല്ലാത്തിനും എക്സ്പ്ലോർ ചെയ്തിരുന്ന വർക്കുകളായിരുന്നു ആരുടേത്? തോമസ് ഹാർഡിയുടെ. ആൻഡ് ഹി ബിലോങ് ടു ദ 19th സെഞ്ചുറി, 1840 to 1928 വിക്ടോറിയൻ പീരിയഡ്. ദ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയുള്ളതായിരുന്നു ജെൻഡർ റോൾസ് എന്നുള്ളത്. എങ്ങനെയായിരുന്നു ദ 19th സെഞ്ചുറി സൊസൈറ്റി ഡിസ്ക്രൈബ്ഡ് വിമൻ ടു ബി, വാട്ട് ദെയർ റോൾസ് ഇൻ ദ സൊസൈറ്റി വാസ് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്തിരുന്ന, ഡിസ്ക്രൈബ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 19th സെഞ്ചുറി. എന്താണ് ഏഞ്ചൽ ഇൻ ദ ഹോം, അല്ലെങ്കിൽ ദ വുമൺ ഓഫ് ഇൻസൈറ്റ്, അല്ലെങ്കിൽ വുമൺ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്നുള്ള തീംസിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വിമന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വിമന്റെ ലിബറേഷന് വേണ്ടിയിട്ട്, വിമന്റെ ഇൻഡിവിജ്വലിസത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ട് വർക്ക് എഴുതിയിരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്ന വർക്ക് എഴുതിയിരുന്ന ആളുകളായിരുന്നു ഷാർലറ്റ്, എമിലി ആൻഡ് ആനി ബ്രോണ്ടെ.
And എന്താണ് their works were focusing on women's experiences and social critiques of gender roles. And the first, they were what, they were not belonging to any feminist movements, but they aligned with the ideals of liberation of women and the breaking of gender roles. Major works: ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ, വുതറിംഗ് ഹൈറ്റ്സ് എമിലി ബ്രോണ്ടയുടെ ഒക്കെ എന്താണ് നമ്മൾ പറഞ്ഞു ഗോത്തിക് സ്റ്റൈലുള്ള ആൻഡ് ആസ് വെൽ ആസ് വാട്ട് ജെൻഡർ റോൾസിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന ഫെമിനിസ്റ്റ് തോട്ടുള്ള വർക്കുകളായിരുന്നു ജെയിൻ എയറും വുതറിംഗ് ഹൈറ്റ്സും ഷാർലറ്റ് ബ്രോണ്ടയുടെയും എമിലി ബ്രോണ്ടയുടെയും. ഇതൊക്കെയാണ് എന്താ ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ വർക്കുകൾ. നൗ മൂവിങ് ഓൺ ടു ആൽഫ്രഡ് ലോർഡ് ടെനിസൺ. 1809 മുതൽ 1892 വരെ ജീവിച്ചിരുന്ന ആൽഫ്രഡ് ലോർഡ് ടെനിസന്റെ വർക്കുകൾ എന്താണ്? വാട്ട് വാസ് ഹി ഫേമസ് ഫോർ? നമുക്കറിയാം, ഇൻ മെമ്മോറിയം AHH ആർതർ ഹെൻറി ഹാലത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന എന്താണ് എലജി. അതിലെന്താണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്? ഈസ് ക്വസ്റ്റ്യനിങ് ദ പർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് ദ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇതാണ് മരണത്തിനെ ഒരു എന്താണ് ഫെയ്ത്ത് വേഴ്സസ് റിയാലിറ്റി, ഫെയ്ത്ത് വേഴ്സസ് റീസൺ ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയിക്കൊണ്ട് ഒരു ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക് കൊടുക്കുന്ന പോയമാണ് ഇൻ മെമ്മോറിയം. ഇതെന്താണ്? ഹി വാസ് ഓൾസോ ദ പോയറ്റ് ലോറേറ്റ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് ലിറിക്കൽ പോയട്രി ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് എക്സിസ്റ്റൻഷ്യൽ തീംസ്. എന്താണ്? വാട്ട് ഈസ് ദ കോസ് ഓഫ് എക്സിസ്റ്റൻസ്, വൈ ആർ വി എക്സിസ്റ്റിംഗ്, എന്തിനു നിലനിൽക്കുന്നു, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് സയന്റിഫിക് വേഴ്സസ് റിലീജിയസ് എന്താണ് ഡോഗ്മകളുടെ ഡയലോഗിനെ എക്സ്പ്രസ് ചെയ്യുന്ന, അതിനെ അനലൈസ് ചെയ്യുന്ന ക്രാക്കൻ എന്ന് പറയുന്ന പോയം ആരുടെയാണ്? ആൽഫ്രഡ് ലോർഡ് ടെനിസന്റെയാണ്. ഈ ക്രാക്കൻ എന്ന് പറയുന്ന പോയത്തിലെ ക്രാക്കൻ തന്നെ എന്താണ്? ഡീപ്പ് എക്സ്പ്ലോറേഷൻ, സീക്കുള്ളിൽ കിടക്കുന്ന ഒരു ബീസ്റ്റ് ആയിട്ട് ക്രാക്കനെ കാണിച്ചുകൊണ്ട് ഹ്യൂമൻ എക്സ്പ്ലോറേഷന്റെ എലമെന്റ്സിനെ അനലൈസ് ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഡിഫൈൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ. ഹി വാസ് ഓൾസോ എ വിക്ടോറിയൻ ഓഥർ. ആൻഡ് ഓസ്കർ വൈൽഡ്, നമ്മൾ പറഞ്ഞു ഓസ്കർ വൈൽഡ് വാസ് എ ലേറ്റ് വിക്ടോറിയൻ poet. He was a follower of aestheticism and he questioned the dogma of literature being a moral text, and he wanted art to exist for art's sake. Art for art's sake എന്നതിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആര്? ഓസ്കാർ വൈൽഡ്. 1854 മുതൽ 1900 വരെ ജീവിച്ചിരുന്ന അദ്ദേഹം. ഹിസ് ഫേമസ് വർക്ക്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് ആൻഡ് ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എക്സ്പ്രസ്ഡ് ഹിസ് വ്യൂസ് ഓൺ വിക്ടോറിയൻ സൊസൈറ്റി. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് നമുക്കറിയാം, ക്യാരക്ടേഴ്സിന്റെ സറ്റേറിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊണ്ട് അവരുടെ ഓവർ എക്സ്പ്രഷൻ എഴുതി വെച്ചുകൊണ്ട് എന്താണ് വിക്ടോറിയൻ എന്താണ് ഐഡിയൽസിന്റെ പൊള്ളത്തരത്തിനെ ചൂണ്ടിക്കാണിക്കാൻ, പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ആളായിരുന്നു ആര്? ഓസ്കാർ വൈൽഡ്. ഹി വാസ് ഓൾസോ എ വിക്ടോറിയൻ ഓഥർ. മാത്യു ആർണൾഡ് നമുക്കറിയാം, ഡോവർ ബീച്ച് പോലെയുള്ള പോയംസ് എഴുതിയിട്ടുള്ള ക്രിട്ടിക് ഓഫ് ക്രിട്ടിക്സ് എന്നറിയപ്പെടുന്ന മാത്യു ആർണൾഡും വാസ് ബിലോങ്ങിങ് ടു 19th century. നമുക്കറിയാം, നമുക്ക് വീണ്ടും എടുത്ത് നോക്കാം. ഡോവർ ബീച്ചിന്റെ തീം എന്താണ്? ഡോവർ ബീച്ച് ഡിസ്കസസ് ദ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് റിലീജിയസ് symbolism of sea to religious beliefs which once ruled the world and now it is questioned by reason. അങ്ങനെയുള്ളൊരു തീമാണ് ആര് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? മാത്യു ആർണൾഡും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? 19th century ഐഡിയൽ ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് റീസൺ. ഇതും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? മാത്യു ആർണൾഡിന്റെ ഡോവർ ബീച്ചിലും കാണാൻ സാധിക്കും. ആൻഡ് ഹി ബിലോങ് ടു 19th century. ഹി വാസ് ഓൾസോ എ ഫേമസ് ക്രിട്ടിക് and as well as poem, and he concentrated on culture and society and emphasized on the importance of education. ഇതിനെ എല്ലാത്തിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് എഴുതിയിരുന്ന ഒരാളായിരുന്നു ആര്? മാത്യു ആർണൾഡ്. ഹിസ് ഫേമസ് പോം ഈസ് ഡോവർ ബീച്ച് ആൻഡ് ഇറ്റ് ഡിസ്കസസ് ദ ഡയലോഗ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ഫെയ്ത്ത്. അപ്പോൾ നമ്മൾ മെയിൻ ഓതേഴ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഡിസ്കസ്ഡ് ഹൗ ദീസ് ഓതേഴ്സ് ആൻഡ് ദെയർ തീംസ് അലൈൻഡ് വിത്ത് വിക്ടോറിയൻ പോയട്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടൈം പീരീഡ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇവരെ എല്ലാവരെയും ഇന്റർ കണക്ട് ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇന്റർ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, തീംസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തീംസിലേക്ക് നമ്മൾ ഓതേഴ്സിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തീമുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓതേഴ്സ് ബാക്കിയുള്ളവരെ ഓർത്തെടുക്കുവാനും ഒരു ഓതറിൻ്റെ കാലഘട്ടത്തെ ചുറ്റിപ്പറ്റി അയാളുടെ വർക്ക്സിനെ പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കാനും നമുക്ക് എളുപ്പം സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ലെസൺ പ്ലാനുകൾ ഉൾപ്പെടെ ടൈം പീരിയഡ്സിനെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് ഇംപ്രിന്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് മെത്തേഡ് നെറ്റ് ക്രാക്കിംഗ് ടെക്കുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുമ്പിൽ ലോങ് ബാച്ചുമായിട്ട് എത്തുന്നത്. UGC നെറ്റ് എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൻ്റെ സിലബസിൻ്റെ വലിപ്പം നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടിനും സൊല്യൂഷനുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നെറ്റ് കോച്ചിങ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ UGC നെറ്റ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് യു ആർ ജസ്റ്റ് വൺ കോൾ അവേ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ UGC നെറ്റ് ലോങ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.